ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫൈറ്റർ കുട്ടി ഇട്ടിട്ടുണ്ട്. കുട്ടിയെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ അച്ഛൻ, ഇതാണ് അതിൻ്റെ അമ്മ. അപ്പോൾ കുട്ടിയെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഓടുന്നുണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല. അതോ അതിൻ്റെ മൂട്ടിലായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഗൈസ്, നിങ്ങൾക്ക് ഞാൻ ഉമ്പടികളാണ് സൂം ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ? ഉമ്പടി കുട്ടിയാണ്. 10-13 ഉണ്ട്. ഇതാ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ഫൈറ്ററിൻ്റെ കുട്ടികൾ. പിന്നെ ഇതിനകത്ത് കുറച്ച് ഗപ്പീസ് കിടപ്പുണ്ട്. കുഞ്ഞ് ഗപ്പീസാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് ഞാനൊരു ഷാർക്കിനെ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഈ ഫൈറ്ററിൻ്റെ കുട്ടികൾ വളരെ ചെറുതാണ്, ആണ്. ഞാൻ എൻ്റെ പട്ടിക്കുട്ടി ആരെയോ കണ്ട് കുരയ്ക്കുന്നുണ്ട്. ഡിസ്റ്റർബ് ആയെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമ്മളെ കണ്ടിട്ടുണ്ടല്ലോ നമ്മളെ ഫൈറ്ററിൻ്റെ കുട്ടികൾ വളരെ ചെറുതാണ്. ഗപ്പീനേക്കാളും ഇത്തിരി ചെറുതാണ്. വാലൊക്കെ നല്ല വലുതാണ്. അത് ആണാണോ പെണ്ണാണോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ നമ്മൾ ഷാർക്ക് ഇട്ടിരിക്കുന്നത് ഒരു ചെറിയൊരു ബേസിലാണ്. അപ്പോൾ ഞാൻ ഷാർക്കിനെ കാണിച്ചു തരാം. ഇതിന് തന്നെ ഞാൻ അലങ്കരിച്ചിട്ടുണ്ട്. 2 ചട്ടികളൊക്കെ എടുത്ത് വെച്ച് ഇട്ടുണ്ട്. ഇതായിരിക്കുന്ന ഒരു ഗ്ലാസ്. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. നമുക്ക് ചെറിയ ഷാർക്കേ ഉള്ളൂ. വലിയ ഷാർക്ക് ഉള്ളവരൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേറൊരു വിഷയം ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫൈറ്റർ കുട്ടികൾക്ക് ഫീഡ് ചെയ്യാൻ ഒരു ഫുഡും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതിന് വാക്കകത്ത് കയറത്തില്ല. അപ്പോൾ ഈ ഫുഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് വാരയുടെ അടുത്ത് അല്പം വെള്ളത്തിൽ വെച്ച് വെയിലടിക്കുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞ് പുഴുക്കൾ അതിൻ്റെ അകത്തുനിന്ന് ഫോം ആവും. കാണാൻ പറ്റുന്നോ എനിക്കറിയത്തില്ല. എല്ലാം പേടിച്ച് അടിയിൽ പോയിട്ടുണ്ട്. കുഞ്ഞ് ഇത് ഫോം ആയിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫൈറ്ററിനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ എളുപ്പമുള്ളൊരു വേ ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.